കൊളംബിയയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന എല്ലാ സാധനങ്ങൾക്കും അടിയന്തരമായി 25% തീരുവ ചുമത്തുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തിരിച്ചയച്ച അനധികൃത കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്തതിനാണ് ട്രംപിന്റെ ഒരു നടപടി. യുഎസിലേക്കുള്ള കൊളംബിയയുടെ ഏറ്റവും വലിയ കയറ്റുമതി പെട്രോളിയം, കാപ്പി, കട്ട്പൂക്കൾ എന്നിവയാണ്. പലപ്പോഴും സ്വർണവും അലൂമിനിയം ഘടകങ്ങളും കൊളംബിയ അമേരിക്കയിലേക്ക് അയക്കുന്നു. അനധികൃത കുടിയേറ്റക്കാരുള്ള ഈ വിമാനങ്ങൾ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ നിരസിച്ചത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയും പൊതുസുരക്ഷയും അപകടത്തിലാക്കി. അതുകൊണ്ട് ഇനി പറയുന്നതും നിർണായകവുമായ പ്രതികാര നടപടികൾ ഉടനടി സ്വീകരിക്കാൻ ഞാൻ എൻ്റെ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്, ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുഎസിൽ നിന്ന് നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാരെ കൊണ്ടുപോകുന്ന വിമാനങ്ങൾ തന്റെ സർക്കാർ സ്വീകരിക്കില്ലെന്ന് പെട്രോ പറഞ്ഞതിനെ തുടർന്ന് ഞായറാഴ്ച പുലർച്ചെ യുഎസ് സൈനിക വിമാനത്തിന് കൊളംബിയയിൽ ഇറങ്ങുവാൻ സാധിച്ചിരുന്നില്ല. കൊളംബിയൻ കുടിയേറ്റക്കാരെ അന്തസ്സോടെയും ബഹുമാനത്തോടെയും പരിഗണിക്കുന്നതിനുള്ള ഒരു പ്രക്രിയയ്ക്ക് ട്രംപ് ഭരണകൂടം സൗകര്യമൊരുക്കുന്നതുവരെ ഈ നാടുകടത്തൽ വിമാനങ്ങൾ സ്വീകരിക്കില്ലെന്ന് പെട്രോ പറഞ്ഞിരുന്നു. കൊളംബിയ ഒരിക്കലും കുടിയേറ്റക്കാരെ സ്വീകരിക്കാൻ വിസമ്മതിച്ചിട്ടില്ലെന്നും എന്നാൽ നാടുകടത്തപ്പെട്ടവരെ കൈകെട്ടി സൈനിക ക്രാഫ്റ്റിൽ സ്വീകരിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തങ്ങൾ ആരുടെയും കോളനിയല്ല എന്ന് അദ്ദേഹം തുറന്നടിച്ചു. കൂടാതെ യുഎസിൽ നിന്നുള്ള ചരക്കുകളുടെ താരിഫ് 25% വർദ്ധിപ്പിക്കാൻ തന്റെ വ്യാപാര മന്ത്രിയോട് ഉത്തരവിട്ടതായും പെട്രോ വ്യക്തമാക്കി. എന്നാൽ പിന്നീട് നിലപാട് മയപ്പെടുത്തിയ പെട്രോ കൊളംബിയൻ പൗരന്മാരുടെ മടങ്ങിവരവിന് താൻ പ്രസിഡൻഷ്യൽ വിമാനം ക്രമീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കി. കുടിയേറ്റക്കാരോട് യാതൊരു മൃദു സമീപനവും ഉണ്ടാകില്ല എന്ന് നേരത്തെ തന്നെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അമേരിക്കയുടെ സുരക്ഷയ്ക്ക് കുടിയേറ്റക്കാരാണ് ഭീഷണിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. അതേസമയം പല കുടിയേറ്റക്കാരുടെയും മാതൃരാജ്യങ്ങൾ അവരെ തിരികെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതുമില്ല. പ്രത്യേകിച്ച് അക്രമാസക്തരായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവരെ മാതൃരാജ്യങ്ങൾ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ്. അതേസമയം ഇത്തരം ആളുകൾ അനിശ്ചിതമായി ജയിലുകളിലോ യുഎസ് തടങ്കൽ കേന്ദ്രങ്ങളിലോ കഴിയുന്നത് യുഎസിന് വളരെ കാലമായി ഒരു വെല്ലുവിളിയാണെന്നാണ് ട്രംപ് പറയുന്നത്. അമേരിക്കയിൽ നിയമവിരുദ്ധമായി എത്തിയ പൗരന്മാരെ തിരിച്ചെടുക്കേണ്ടത് ഓരോ രാജ്യത്തിന്റെയും ഉത്തരവാദിത്തമാണെന്ന് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പറഞ്ഞു. അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുന്നതിനും അമേരിക്കയുടെ അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനുമുള്ള തങ്ങളുടെ പ്രതിബദ്ധതയിൽ നിന്ന് പിന്നോട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു.